പാകിസ്ഥാൻ സൈന്യത്തിൽ ഇന്ത്യയുടെ ചാരന്മാരുണ്ടോ? അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം അബൂ ഖത്താൽ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് കമാൻഡറായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിൽ. അപ്പോ സ്വാഭാവികമായും അത് കൊല്ലപ്പെട്ട രീതി നമ്മൾ പരിശോധിച്ചാൽ 3 വാഹനങ്ങൾ, SUV കാർ, 3 കാറുകൾ വരുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ 2 ബൈക്കുകൾ, പുറകിൽ 3 ബൈക്കുകൾ. ഇതിന്റെ ഈ ആദ്യം പോകുന്ന കാറിന്റെ നടുക്കിലേക്ക് പെട്ടെന്നൊരു ബൈക്ക് കയറുന്നു. ആ ബൈക്ക് കയറുമ്പോൾ ഈ മുന്നിലത്തെ കാറ് അറിയുന്നില്ല, ഇതങ്ങ് സഞ്ചരിക്കുന്നു. പെട്ടെന്ന് 2 ഭാഗത്തു നിന്നും ബൈക്കുകൾ വരുന്നു. ഒരു ബൈക്കിലിരിക്കുന്ന ആള് 15-20ഓളം വെടികൾ ഈ അബൂ ഖത്താൽ എന്ന് പറയുന്ന ആളിന്റെ നേർക്ക്, ക്രിമിനലിന്റെ നേർക്ക് അല്ലെങ്കിൽ തീവ്രവാദിയുടെ നേർക്ക് ഉതിർക്കുന്നു. അയാൾ പെടുന്നതിനെ തന്നെ അവിടുന്ന് എന്താ പറയുക, പെടുന്നതിനെ അയാൾ മരിച്ചു പോകുന്നു. ഈ വെടി ഉതിർത്ത ആള് അല്ലെങ്കിൽ ആദ്യത്തെ ജീപ്പിൽ പോയ ആളുകൾ ആര് എന്നൊക്കെ അന്വേഷിച്ച് ഈ പാകിസ്ഥാൻ സൈന്യം അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ റംദാൻ മാസത്തിലൊക്കെ പാകിസ്ഥാനിൽ താൽക്കാലിക ജീവനക്കാരായി കുറെ ഡ്രൈവർമാർ ജോലിക്ക് കയറും. അങ്ങനെയാണ് ഈ അബൂ ഖത്താലിന്റെ വാഹനം ഓടിച്ചിരുന്ന പാകിസ്ഥാനിലെ താൽക്കാലിക ഡ്രൈവറെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു ഇസ്ലാമാബാദുകാരനാണെന്ന് മനസ്സിലായി. പക്ഷെ മറ്റൊരു വിവരവും അയാളെ കുറിച്ച് കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ 50% ആളുകൾ പാകിസ്ഥാനിൽ ഈ എന്താ പറയുക, ഈ താൽക്കാലിക തൊഴിലാളികളായി അല്ലെങ്കിൽ ഡ്രൈവർമാരായി പാകിസ്ഥാൻ സൈന്യത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ താൽക്കാലിക ജീവനക്കാർ ആര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ പാകിസ്ഥാൻ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യയിലുള്ള ഏജന്റുമാരാണോ, ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണോ അവർ എന്നുള്ളതാണ് ഈ അജ്ഞാതർ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെത്തി ഓരോ ഭീകരവാദികളെയും ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് ഈ ഇന്ത്യയുടെ ഏജന്റുമാരാണോ എന്നുള്ള സംശയം വരുന്നുണ്ട്. ഇപ്പോ ബലൂചിസ്ഥാൻ, നമുക്കറിയാം ബലൂചിസ്ഥാന് പാകിസ്ഥാന്റെ ഭാഗമാണ്. ധാരാളം ധാതു വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് പോയാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പൂർണ്ണമായും തകരും. കാരണം അവിടെ നിന്ന് വരുന്ന ധാതുക്കളുടെ സ്വാധീനത്തിലാണ് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ബലൂചിസ്ഥാൻ ചേരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ വലിയ ഒരു എന്താ പറയുക പ്രശ്നം എന്ന ആരോപണവും പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ബലൂചിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാനാണ് താല്പര്യം. അപ്പൊ ഈ തീവ്രവാദത്തെ ഒരു തരത്തിലും വച്ചുപുറപ്പിക്കില്ല എന്ന് 10 വർഷമായി ഇന്ത്യ എടുക്കുന്ന നിലപാടാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അജിത് ഡോവലാണ്. ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ആണ് ഇന്ത്യ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. തീവ്രവാദത്തെ, രാജ്യത്തിന്റെ സുരക്ഷ അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇവിടെയാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് ചീഫിന്റെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. പാകിസ്ഥാനിൽ വരെ പോയി ചാരപ്പണി ചെയ്ത ആളാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം വിവേകാനന്ദ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രോ BJP, പ്രോ RSS ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അജിത് ഡോവലിന്റെ ഉള്ളിലും അത്തരത്തിൽ ചില നിലപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അജിത് ഡോവൽ അല്ലെങ്കിൽ ഇന്ത്യ വയ്ക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവരെ വെറുതെ വിടരുത്, ഏത് വിധേനയും അവരെ തീർക്കുക, ഇന്ത്യയിൽ ഒരാൾക്ക് പോലും നാശം ഉണ്ടാകത്തക്ക രീതിയിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചാൽ ആ പാകിസ്ഥാനെ വേരോടെ പിഴുതെറിയുക. 2, മുഖാമുഖമായിട്ടുള്ള യുദ്ധം, ഫേസ് ടു ഫേസ് യുദ്ധം, അതാണ് രണ്ടാമത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ പലപ്പോഴും ഫേസ് ടു ഫേസ് യുദ്ധം നമ്മൾ നടത്തുന്നില്ല. പകരം അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇപ്പൊ മുംബൈ ഭീകരാക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് 2004 കോൺഗ്രസിന്റെ സമയത്താണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിച്ചോ എന്ന് ചോദിച്ചാൽ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു 22 വയസ്സുകാരനായ ഒരു ക്രിമിനലിനെ തൂക്കിലേറ്റി എന്നതിനപ്പുറം അതിന്റെ ബാക്കി സൂത്രധാരന്മാർ, ഇപ്പോ ഇതിന്റെ സൂത്രധാരനാണ് ഫാസിസ് സെയ്ദ് എന്ന് പറയുന്ന, ഹഫീസ് സെയ്ദ് എന്ന് പറയുന്ന ഒരു ലഷ്കർ ഇ തൊയ്ബ നേതാവ്. അയാളുടെ അനന്തരവനാണ് ഈ അബൂ ഖത്താൽ കൊല്ലപ്പെട്ടയാള്. അപ്പോ അയാളുടെ അടുത്ത് വരെ, മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകന്റെ അടുത്ത് വരെ ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിനെ ജനങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം. കശ്മീരും അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ ഒരുപാട് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റങ്ങൾ കുറയുന്നുണ്ട്. ഭീകരവാദികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഈ BJP സർക്കാരിന്റെ കരുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ഇന്ത്യ ഇപ്പോ മുന്നോട്ട് വയ്ക്കുന്നത് ഈ
ബലൂചിസ്ഥാൻ ജാഫർ എക്സ്പ്രസിനെ ആക്രമിച്ചു പാകിസ്ഥാന്റെ. അതിലുണ്ടായിരുന്ന സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇവർ വെറുതെ വിട്ടു. പിന്നെ പാകിസ്ഥാന്റെ കമാൻഡോകളെയും പാകിസ്ഥാന്റെ സൈനികരെയും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ആതുര സേവനം നടത്തുന്നവരെയൊക്കെയാണ് ഇവർ പിടിച്ചു വെച്ചത്. പിന്നീട് എല്ലാവരെയും അവർ വകവരുത്തി. അപ്പോ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിന്റെ പിന്നെ എന്താ പറയുക അത് ഏറ്റെടുത്തു. ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്, എങ്ങനെയാണ് ഇവർ ഇത് ചെയ്യാൻ ഇവർക്ക് ധൈര്യം കിട്ടിയത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇതിന്റെ പിന്നിൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 10 വർഷമായി ഭീകരവാദത്തെ തുടർച്ചു നീക്കാനായി ഇന്ത്യ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊരുതലിന്റെ ഭാഗമായി ബലൂചിസ്ഥാനെ കൂടി തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരെ പോരാടുക എന്നുള്ളതാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് തന്നെയാണ് ഈ അജ്ഞാതന്മാരെ ഓരോരുത്തരെയായി തീർത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു തീവ്രവാദികളെയും ഇങ്ങോട്ടേക്ക് അയക്കരുത്. പാകിസ്ഥാൻ ഈ ലക്ഷറി തൊയ്ബ ISIS-നൊക്കെ പണം കൊടുത്ത് വളർത്തി ഭീകരവാദത്തെ വളർത്തി എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയാവണം. പ്രത്യേകിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭീഷണി പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് 10 വർഷം കൊണ്ട് ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഓരോ ആളും ഓരോ അജ്ഞാതനും എത്തി ഓരോ ഭീകരവാദികളെ കൊല്ലപ്പെടുന്നത്. എന്തായാലും ഈ കുറെ ആളുകളെയൊക്കെ കൊല ചെയ്യപ്പെടുമ്പോൾ ഈ പാവ മുസ്ലിങ്ങളുടെ പേര് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഈ സാധാരണക്കാരായ പാവം പിടിച്ച മുസ്ലിങ്ങളല്ല ഇതിന്റെ പിന്നിൽ. ചിലപ്പോൾ ബീഡി തിരക്കുന്ന ആളുകളെ പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും കട നടത്തുന്ന ആളുകളെ പിടിച്ചോണ്ട് പോകും. ഇവർക്കൊരു പ്രതിയെ കിട്ടിയാൽ മതി. പക്ഷെ അല്ല, ഇവരാരുമല്ല. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെ പിടിക്കാൻ ഇന്ന് വരെ കോൺഗ്രസ് ഭരിച്ച സമയത്ത് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അജിത് ഡോവലിനെ പോലെ, നരേന്ദ്രമോദിയെ പോലെ, അമിത്ഷായെ പോലെ, യോഗി ആദിത്യനാഥിനെ പോലെ, നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ പോലെ ഉള്ളവരുടെ ഒക്കെ ഒരു സ്വാധീനം, ബുദ്ധിപരമായ രീതികൾ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ബലൂചിസ്ഥാൻ അടക്കം ഇന്ത്യക്കൊപ്പം ചേരുകയാണ് എങ്കിൽ പാകിസ്ഥാൻ തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അജിത് ഡോവലിന്റെ മുന്നറിയിപ്പാണ് ബലൂചിസ്ഥാനിലൂടെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അത് ചെയ്തത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ബലൂചിസ്ഥാനോടൊപ്പം നിന്ന് തന്നെയാണ് അത് ചെയ്തത്. ഇന്ത്യക്ക് നേരിട്ട് അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ത്യ ബലൂചിസ്ഥാന്റെ സഹായം തേടി ഇന്ത്യ അത്തരത്തിൽ ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ വഴിയാണ് പാകിസ്ഥാനെ എതിർക്കാൻ ബലൂചിസ്ഥാന് ഇന്ത്യ ആയുധങ്ങൾ കൈമാറിയത്. അപ്പൊ ഇന്ത്യയുടെ ബുദ്ധി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി, ഇന്ത്യൻ മണ്ണിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറി വരുമ്പോൾ അവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇനി നിങ്ങൾക്ക് അങ്ങനെ പാകിസ്ഥാനെ സ്നേഹിക്കണമെങ്കിൽ ധൈര്യമായി പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ, ഇവിടെ ഒരു വിഷമവുമില്ല ആർക്കും. പക്ഷെ ഇന്ത്യയുടെ ഉപ്പും ചോറ് തിന്നുകൊണ്ട്, ഇന്ത്യയുടെ മണ്ണിൽ കാലു ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാനോ ഇന്ത്യയെ വിഭിന്നമാക്കാനോ ഇന്ത്യയെ ചിന്നിച്ചിതറിക്കാനോ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അജിത് ഡോവൽ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ, BJP സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ലോകത്തിന് തന്നെ തീവ്രവാദം വലിയ ഭീഷണിയാണ്. അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുകയാണ്. പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? അത് അങ്ങനെ തന്നെയാണ്. അതിനനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂഡൽഹിയിൽ ഒരു മീറ്റിംഗിന് വന്നിട്ട് അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ് പറഞ്ഞത്, പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് തന്നെ ഒരു ആഗോള പ്രശ്നമാണ്. തീവ്രവാദം എന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ മുൻപന്തിയിലുണ്ട് എന്ന് അംഗീകരിക്കുന്നത് പോലെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഒരു വിമർശനവുമായിട്ട് പാകിസ്ഥാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാവരും കേട്ടതാണ്, സമാധാന പാതയിൽ അയൽരാജ്യമായി സമാധാനത്തിനും ഇതിന് ശ്രമിക്കുന്ന സമയത്ത് വഞ്ചനയും ചതിയുമാണ് നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടുന്നത് എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പം അതിന് ഒരു തിരിച്ചടി എന്നവണ്ണം വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ സ്ഥലം കയ്യേറുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് മാന്യമായിട്ട്, അതായത് നല്ല രീതിയിൽ സംസാരിച്ച് ഇങ്ങനെയുള്ള ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതായത് ഇതാണ് ശരി, നിങ്ങൾ കടന്നു കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിദേശകാര്യ വക്താവ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുന്നേറ്റം അല്ലെങ്കിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ ഒരിക്കലും പാകിസ്ഥാനെ അറിയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൂക്ഷിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ തീരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.